ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മണി ആൻഡ് ബാങ്കിങ് ആണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന ടോപ്പിക്കിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണിത്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം റിലേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മണിയാണ്. മണി എന്നത് അല്ലെങ്കിൽ പണം എന്നത് പൊതുവായിട്ട് വിനിമയത്തിന് സ്വീകരിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫറൻറ്റ് പേയ്മെൻറ്റ്, ഇതെല്ലാം മണിയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നതും മെഷർ ഓഫ് വാല്യൂ എന്നതും പ്രൈമറി ഫങ്ഷൻസ് ആണ്. പണം ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ്. പണമെന്നത് പല ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഒരേ അളവിൽ മൂല്യം നിർണ്ണയിക്കപ്പെടാനായിട്ട് സഹായിക്കുന്നതാണ്. സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫറൻറ്റ് പേയ്മെൻറ്റ് എന്നത് സെക്കൻഡറി ഫങ്ഷനാണ്. പണം സേവ് ചെയ്ത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാം. പർച്ചേസിങ് പവർ കുറയുന്നില്ല, അത് നിലനിൽക്കുന്നു. ഭാവിയിൽ നമ്മൾ അടയ്ക്കേണ്ട ബോറോയിങ് ആൻഡ് ലെൻഡിങ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് ആണ്. പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വൺ ടു അതർ. പബ്ലിക് ഫിനാൻസ് എന്നത് സർക്കാരിൻ്റെ വരുമാനവും ചെലവുകളും അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എത്രത്തോളം എക്കണോമിയിൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരു സയൻസാണ് പബ്ലിക് ഫിനാൻസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെബിറ്റ് ആൻഡ് ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി. സോ ഈ ഓരോ കമ്പോണൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പബ്ലിക് റവന്യൂ എന്നത് പൊതുവരുമാനമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും പൊതുസാധനങ്ങൾ, സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതിനും സാമ്പത്തിക സ്ഥിരതയും വികസനവും ഉറപ്പാക്കുന്നതിനും ഉപയോഗിക്കുന്ന വരുമാനമാണ് പബ്ലിക് റവന്യൂ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പബ്ലിക് ഫിനാൻസിൻ്റെ ക്രൂഷ്യൽ പാർട്ടാണ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂ തന്നെ രണ്ട് തരത്തിലുണ്ട്: ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്നത് സർക്കാർ ടാക്സിലൂടെ സമാഹരിക്കുന്ന വരുമാനമാണ് ടാക്സ് റവന്യൂ. സോ ടാക്സ് റവന്യൂ ഡയറക്റ്റ് ടാക്സ് റവന്യൂ എന്നും ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂ എന്നും രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഡയറക്റ്റ് ടാക്സ് റവന്യൂ എന്നത് വ്യക്തികൾ നേരിട്ട് അടക്കുന്ന വരുമാനമാണ്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, ലാൻഡ് ടാക്സ്, ഇതെല്ലാം ഡയറക്റ്റ് ടാക്സ് റവന്യൂവിൽ വരുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്നത് ഗുഡ്സിലൂടെയോ സർവീസിലൂടെയോ ഗവൺമെൻറ്റിന് അടക്കുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതിന് എക്സാമ്പിളാണ് GST. നോൺ ടാക്സ് റവന്യൂ എന്നത് നികുതിക്ക് പുറമെ സർക്കാർ സമാഹരിക്കുന്ന റവന്യൂ ആണ്. ഫീസ്, ഫൈൻസ്, ഡിവിഡൻഡ് ഫ്രം പബ്ലിക് എൻ്റർപ്രൈസസ്, പബ്ലിക് എൻ്റർപ്രൈസസിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം, ഇതെല്ലാം നോൺ ടാക്സ് റവന്യൂയിലാണ് വരുന്നത്. അടുത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചറാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും പൊതുജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിനുമുള്ള ഫണ്ടിൻ്റെ ഔട്ട്ലേ സൂചിപ്പിക്കുന്നതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളുടെ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പ്രതിരോധം, സാമൂഹിക ക്ഷേമം, സബ്സിഡി, അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്കുള്ള ചെലവുകൾ ഇതിൽ പെടുന്നു. പബ്ലിക് എക്സ്പെൻഡിച്ചർ തന്നെ രണ്ട് ടൈപ്പിലാണുള്ളത്: ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും നമുക്കതിനെ വിളിക്കാം. സോ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നത് എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, രാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനായിട്ട് ചെലവഴിക്കുന്ന തുകയാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയുടെ ഡെവലപ്മെൻറ്റിനായിട്ട് ചെലവഴിക്കുന്ന തുകയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്നത് ഡിഫൻസ്, പെൻഷൻസ്, വികസനവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചെലവുകൾ. നോൺ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ഡിഫൻസ്, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് തുടങ്ങിയവയാണ് നോൺ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അടുത്ത കമ്പോണൻറ്റ് പബ്ലിക് ഡെബിറ്റ് ആണ്. ബാങ്കുകളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ സർക്കാരിന് കടമെടുക്കാം. സോ സർക്കാരിൻ്റെ വരുമാനം ശേഖരിക്കുന്ന ഒരു സോഴ്സാണ് പബ്ലിക് ഡെബിറ്റ്. പബ്ലിക് ഡെബിറ്റ് രണ്ട് വിധത്തിലുണ്ട്: ഇൻറ്റേർണൽ ഡെബിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഡെബിറ്റ്. രാജ്യത്തിനുള്ളിൽ നിന്ന് സർക്കാർ എടുക്കുന്ന കടമാണ് ഇൻറ്റേർണൽ ഡെബിറ്റ്. ഇൻറ്റേർണൽ ഡെബിറ്റ് ബോറോഡ് വിത്തിൻ ദ കൺട്രി. എക്സ്റ്റേണൽ ഡെബിറ്റ് എന്നത് ബോറോഡ് ഫ്രം ഫോറിൻ റിസോഴ്സസ്.
ഇന്റേണൽ ഡെബിറ്റ് ബോറോഡ് വിത്തിൻ ദ കൺട്രി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സർക്കാർ എടുക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് എടുക്കുന്ന ഡെബിറ്റാണ് എക്സ്റ്റേണൽ ഡെബിറ്റ്. സോ എക്സ്റ്റേണൽ ഡെബിറ്റ് ഈസ് ബോറോഡ് ഫ്രം ഫോറിൻ സോഴ്സസ്. സോ അടുത്തൊരു കമ്പോണന്റ് ആണ് ബഡ്ജറ്റ് എന്നത്. ബഡ്ജറ്റ് എന്നത് പ്ലാൻ ദാറ്റ് ഹെൽപ്സ് ഗവൺമെന്റ് മാനേജ് മണി. ബഡ്ജറ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്, റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റ് എന്നത് ഗവൺമെന്റ്സ് റവന്യൂ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സർക്കാരിൻ്റെ വരവ് വരുമാനം, ആ വരുമാനത്തിൽ നിന്ന് സർക്കാരിന് വരുന്നതായിട്ടുള്ള ചെലവുകൾ ഉൾപ്പെടുത്തിയ റവന്യൂ ബഡ്ജറ്റ്. ഗവൺമെന്റ്സ് റവന്യൂ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, സർക്കാരിൻ്റെ പതിവ് വരുമാനവും ആ വരുമാനത്തിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള ചെലവുകൾ ഉൾപ്പെട്ടതാണ് ബഡ്ജറ്റ് റവന്യൂ എന്നത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ പുതിയ നിക്ഷേപങ്ങൾ, കെട്ടിടങ്ങൾ, സർക്കാരിൻ്റെ പുതിയ നിർമ്മാണം പോലുള്ള ചെലവുകളും വായ്പകളിൽ നിന്നുള്ള വരുമാനവും ഉൾപ്പെടുന്ന ബഡ്ജറ്റാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഈസ് റെസിപ്പിയന്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ലാസ്റ്റ് കമ്പോണന്റ് എന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി ഈസ് ഗവൺമെന്റ് സ്ട്രാറ്റജി ടു മാനേജ് ടാക്സേഷൻ ആൻഡ് സ്പെൻഡിങ് ടു ഇൻഫ്ലുവൻസ് ദ എക്കണോമി. സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും എല്ലാം ഗവൺമെന്റ് സ്വീകരിക്കുന്ന സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി തന്നെ രണ്ട് വിധമുണ്ട്, എക്സ്പാൻഷനറി പോളിസി ആൻഡ് കൺട്രാക്ഷണറി പോളിസി. സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്തും ടാക്സ് റെഡ്യൂസ് ചെയ്തും എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്ന പോളിസിയാണ് എക്സ്പാൻഷനറി പോളിസി. ചെലവ് കുറയ്ക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് കൺട്രാക്ഷണറി പോളിസി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഇത് തന്നെ രണ്ട് ടൈപ്പ് തിയറീസ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്, ക്ലാസിക്കൽ തിയറി ആൻഡ് മോഡേൺ തിയറീസ്. ക്ലാസിക്കൽ തിയറീസ് പ്രപ്പോസ് ചെയ്ത രണ്ട് എക്കണോമിസ്റ്റുകളാണുള്ളത്, ആഡം സ്മിത്ത് ആൻഡ് ഡേവിഡ് റിക്കാർഡോ. ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജസിൽ പറയുന്നത് കൺട്രീസ് ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് വെയർ ദേ ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് ലോവർ കോസ്റ്റ്. Mutual gains from a trade and each country export the goods it can produce more efficiently. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തേക്കാൾ ലോവർ കോസ്റ്റിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണെങ്കിൽ കൺട്രി ആ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യണം. സോ ഇങ്ങനെ ഓരോ രാജ്യവും തങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ ഈ രാജ്യങ്ങളെല്ലാം ലാഭത്തിലാവും. ഉദാഹരണത്തിന് ഇന്ത്യ പ്രൊഡ്യൂസ് റൈസ് അറ്റ് ലോവർ കോസ്റ്റ്, USA പ്രൊഡ്യൂസ് മെഷീനറി അറ്റ് ലോവർ കോസ്റ്റ്. സോ ഇന്ത്യ എക്സ്പോർട്ട് റൈസ് ടു USA ആൻഡ് USA എക്സ്പോർട്ട് മെഷീനറി ടു ഇന്ത്യ. ദ ബോത്ത് വിൽ ബെനിഫിറ്റ്. അടുത്തത് ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. Even if one country is more efficient in producing all goods, trade is beneficial. It is specialized in goods where it has comparative advantages, that is lower opportunity cost. ഡേവിഡ് റിക്കാർഡോ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജസ്. സോ ഇത് പറയുന്നത് ഒരു രാജ്യം എല്ലാ പ്രൊഡക്റ്റും മോർ എഫിഷ്യൻ്റ് ആണെങ്കിൽ, എല്ലാ പ്രൊഡക്റ്റിലും മോർ എഫിഷ്യൻ്റ് ആണെങ്കിൽ, അത് ട്രേഡ് ചെയ്ത് ലാഭം ലഭിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുക, ചെലവ് കൂടിയവ ഇറക്കുമതി ചെയ്യുകയും ചെയ്യണം. For example, India is better than Bangladesh in both rice and jute production, but India has comparative advantages in rice and Bangladesh in jute. So they should trade rice for jute. അടുത്തത് മോഡേൺ തിയറിയാണ്. ഹെക്സ്റ്റർ ഓഹലിൻ്റെ ഫാക്ടർ എൻഡോമെന്റ് തിയറിയാണ് ഇന്റർനാഷണൽ ട്രേഡിൽ മോഡേൺ തിയറി ആയിട്ട് അവതരിപ്പിക്കുന്നത്. A country will export goods that use its abundant factor and import goods that use its scale factors. Explain trade pattern through different factor endowment, that is labor and capital. സോ ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ബേസ്ഡ് ഓൺ എ കൺട്രീസ് ഫാക്ടർ എൻഡോമെന്റ് ലൈക്ക് ലേബർ ആൻഡ് ക്യാപിറ്റൽ. സോ കൺട്രി അബണ്ടന്റ് അഡ്വാൻറ്റേജസ് റിസോഴ്സസ് ഉള്ള ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയും സ്കെയർ റിസോഴ്സ് ഉള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.
For example, India has abundant labor, so India export labor incentives goods like textiles. Germany have abundant capital, so Germany export capital incentives goods like machineries. So നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നത് a systematic record of all economic transaction between the residents of a country and the rest of the world over a period. ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നത്. സോ സ്ട്രക്ചർ ഓഫ് ബാലൻസ് പേയ്മെന്റ് 5 തരത്തിലാണ്. ഫസ്റ്റ്, കറന്റ് അക്കൗണ്ട്. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് കറണ്ട് അക്കൗണ്ട്. സോ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ഗുഡ്സ്, സർവീസസ്, ഇൻകം, കറണ്ട് ട്രാൻസ്ഫർ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ ആണ് ഫസ്റ്റ് വൺ, ട്രേഡ് ബാലൻസ്. ട്രേഡ് ബാലൻസ് എന്നത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്, വസ്തുക്കളുടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന രേഖയാണ് ട്രേഡ് ബാലൻസ് എന്നത്. സർവീസസ്, ടൂറിസം, സോഫ്റ്റ്വെയർ സർവീസസ് എക്സെട്ര. സർവീസസ്, ടൂറിസം, സോഫ്റ്റ്വെയർ സർവീസുകൾ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ് ഇതെല്ലാമാണ് സർവീസുകൾ. ഇൻകം എന്നത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഫ്രം അബ്രോഡ്, വിദേശത്തു നിന്ന് ലഭിക്കുന്ന പലിശയും ലാഭവിധവും എല്ലാം ഇൻകത്തിലാണ് വരുന്നത്. അടുത്ത പോയിന്റ് കറണ്ട് ട്രാൻസ്ഫർ ആണ്, റെമിറ്റൻസ് ആൻഡ് ഗിഫ്റ്റ്. പ്രവാസികൾ അയക്കുന്ന പണം, ഫോറിൻ എയ്ഡ്, സഹായം ഇതെല്ലാം വരുന്നത് കറണ്ട് ട്രാൻസ്ഫറിലാണ്. സോ നെക്സ്റ്റ് സ്ട്രക്ചർ എന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ലോൺ, ബാങ്കിങ്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ ട്രാൻസ്ഫറുകൾ, നോൺ പ്രൊഡ്യൂസ്ഡ് അസറ്റ്സ്, അക്വിസിഷൻ, ഡിസ്പോസൽ ഓഫ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്സുകളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ലോണ്, ബാങ്കിങ്, ക്യാപിറ്റൽ എന്നിവയല്ല. തേർഡ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ട് ആണ്. FDI, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് റെക്കോർഡ്സുകളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. FDI എന്നത് നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകൾ ഷെയറിങ്ങിലും ബോണ്ടിങ്ങിലുമുള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത സ്ട്രക്ചർ എറർ ആൻഡ് ഒമിഷൻസ് ആണ്. കണക്കിലുള്ള തെറ്റുകൾ ശരിയാക്കുന്നതിനുള്ള ക്രമീകരണമാണ് എറർ ആൻഡ് ഒമിഷൻ സ്ട്രക്ചറിൽ വരുന്നത്. റിസർവ് അക്കൗണ്ടിൽ വരുന്നത് ചേഞ്ചസ് ഇൻ ഒഫീഷ്യൽ റിസർവ് ലൈക്ക് ഫോറിൻ എക്സ്ചേഞ്ച്. കേന്ദ്ര ബാങ്ക് ഹെൽഡ് ചെയ്യുന്ന വിദേശ നാണയ ശേഖരത്തിലുള്ള മാറ്റമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്നത് മോർ പേയ്മെന്റ് ദാൻ റെസിപ്റ്റ്സ്. ഇറ്റ് മേ ലീഡ് ടു കറൻസി ഡിപ്രിസിയേഷൻ. രാജ്യത്തെ ഒരു പീരീഡിൽ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്ന പണത്തേക്കാൾ കുറവാണ് രാജ്യത്തിലേക്ക് വരുന്ന പണമെങ്കിൽ ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നു. രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ, ക്യാപിറ്റൽ എന്നിവ ഇമ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ഒരു ഇമ്പോർട്ട് ചെയ്യുന്നതിന് പണമായിട്ട് നൽകുന്നതോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നതോ ഇതെല്ലാം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിൽ കാണിക്കുന്നതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസിൽ മോർ റെസിപ്റ്റ്സ് ദാൻ പേയ്മെന്റ് ആൻഡ് ഇറ്റ് ടേൺ ടു കറൻസി അപ്രിസിയേഷൻ. ഒരു രാജ്യത്തിൽ ഒരു ടൈം പീരീഡിൽ പുറത്തേക്ക് പോകുന്ന പണത്തിനേക്കാൾ കൂടുതലാണ് രാജ്യത്തിലേക്ക് വരുന്ന പണമെങ്കിൽ ഇതിനെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് കറൻസി അപ്രിസിയേഷൻ സംഭവിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ്. എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇൻവോൾവ്സ് കോപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രീസ് ടു റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് കോർഡിനേറ്റ് മോണിറ്ററി ഓർ ഫിസ്ക്കൽ പോളിസീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും പണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെയാണ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ എക്കണോമിക് ഇൻ്റഗ്രേഷൻ 5 ടൈപ്പിലാണുള്ളത്. ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ. സോ ഇൻ ഫ്രീ ട്രേഡ് ഏരിയ ഇറ്റ് റിമൂവൽ ഓഫ് ടാരിഫ് എമംഗ് മെമ്പേഴ്സ്. ഈ ഒരു എക്കണോമിക് ഇൻ്റഗ്രേഷനിൽ
അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സും ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ താരിഫ് നീക്കം ചെയ്യുന്നു. എന്നാൽ ഓരോ രാജ്യവും അംഗത്വമല്ലാത്ത രാജ്യങ്ങളോട് വ്യത്യസ്തമായിട്ടുള്ള നികുതി സമീപനങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് പോളിസീസ് ആയിരിക്കും സ്വീകരിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അജണ്ട ബിറ്റ്വീൻ USA, കാനഡ ആൻഡ് മെക്സിക്കോ. അടുത്ത എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ് കസ്റ്റംസ് യൂണിയൻ. കസ്റ്റംസ് യൂണിയൻ ഈസ് ഫ്രീ ട്രേഡ് ഏരിയ പ്ലസ് കോമൺ എക്സ്റ്റേണൽ താരിഫ്. ഇത് ഫ്രീ ട്രേഡിനേക്കാൾ കൂടുതൽ വിപുലമാണ്. മെമ്പേഴ്സ് കൺട്രീസ് തമ്മിൽ നികുതിയില്ലാത്ത ഫ്രീ ട്രേഡ് നടക്കുന്നു. കൂടാതെ അംഗമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് കോമൺ എക്സ്റ്റേണൽ താരിഫ് നിലവിലുണ്ടാവും. അടുത്തത് കോമൺ മാർക്കറ്റ് ആണ്. കസ്റ്റംസ് യൂണിയൻ പ്ലസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. കസ്റ്റംസ് യൂണിയനിലുള്ള ട്രേഡ് പോളിസീസ് കൂടാതെ ലേബർ, ക്യാപിറ്റൽ എന്നിവയ്ക്കെല്ലാം മെമ്പേഴ്സ് കൺട്രീസിൽ ഫ്രീ മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ലേബർ മാർക്കറ്റും ഇൻവെസ്റ്റ്മെന്റിന്റെ സാധ്യതകളും കുറച്ചുകൂടി കൂടുതലാക്കുന്നു. അടുത്തത് എക്കണോമിക് യൂണിയൻ ആണ്. കോമൺ മാർക്കറ്റ് പ്ലസ് ഹാർമണൈസ്ഡ് എക്കണോമിക് പോളിസീസ്. കോമൺ മാർക്കറ്റിനേക്കാൾ കൂടുതലായിട്ട് മെമ്പേഴ്സ് കൺട്രീസിനിടയിൽ ഹാർമണൈസ്ഡ് ആയിട്ടുള്ള മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസീസ് ഉണ്ട്. ടാക്സേഷൻ, ഗവൺമെന്റ് സ്പെൻഡിങ്, ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് യൂറോപ്യൻ യൂണിയൻ. അടുത്തത് പൊളിറ്റിക്കൽ യൂണിയൻ ആണ്. യുണൈറ്റഡ് ഗവൺമെന്റ്. എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻ എ ഫുൾ പൊളിറ്റിക്കൽ യൂണിയൻ. മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഇൻ്റഗ്രേഷൻ ആണിത്. അംഗരാജ്യങ്ങൾ ഒരുമിച്ച് രാഷ്ട്രമായിട്ട് ഏകീകരിക്കുന്നു. സോ ഇതൊരു ഭരണകൂടം, ഇതിനായിട്ടൊരു ഭരണകൂടം നിലവിൽ വരികയും അത് ഈ ഒരു രാജ്യങ്ങളെയെല്ലാം ഏകീകരിച്ച് ഭരിക്കുകയും ചെയ്യുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് USA. 50 സംസ്ഥാനങ്ങളുള്ള ഒറ്റ ഒരു ഫെഡറൽ ഭരണകൂടത്തിന് കീഴിലാണ് USA നിലനിൽക്കുന്നത്. സോ ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്. ഗ്ലോബൽ ട്രെൻഡ്. അതിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് ആണ് ഡിജിറ്റൽ ട്രേഡ്, ഗ്രോത്ത് ഓഫ് ഇ കൊമേഴ്സ്, ഡിജിറ്റൽ പേയ്മെന്റ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഫിനാൻസ്. ഡിജിറ്റൽ ട്രേഡ് എന്നത് ഇന്റർനെറ്റ് മുഖേന സാധനങ്ങളുടെയും സേവനങ്ങളും കൈമാറുന്നതാണ് ഇ കൊമേഴ്സ്. ഫോർ എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിന്റെ എല്ലാം വളർച്ച ഡിജിറ്റൽ പേയ്മെന്റുകൾ, ദാറ്റ് ഈസ് UPI, പേപാല്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ധനകാര്യ സംവിധാനങ്ങൾ. ഫോർ എക്സാമ്പിൾ ക്രിപ്റ്റോ കറൻസി, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഇവയെല്ലാം വേഗത്തിൽ വളരാനായിട്ട് ഇടയാക്കി. അടുത്തത് റൈസ് ഓഫ് പ്രൊട്ടക്ഷനിസം ആണ്. പ്രൊട്ടക്ഷനിസം എന്നത് ഒരു രാജ്യത്തിന്റെ വ്യവസായങ്ങളെ വിദേശ മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ടാക്സ്, ഇമ്പോർട്ട് താരിഫ് എന്നിവയെല്ലാം ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സ് എല്ലാം ഏർപ്പെടുത്തുന്നതിനെയാണ് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾ ആണ് ചൈന, അമേരിക്ക തമ്മിലുള്ള വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ബ്രെക്സിറ്റ്, UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തുപോയത്. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് റീജിയണൽ എഗ്രിമെന്റ്സ് ആണ്. ഇതിന് 2 എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. RCEPയും AFCFTAയും. RCEP എന്നത് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്. ഏഷ്യ പസഫിക് മേഖലയിലെ 15 രാജ്യങ്ങൾക്കിടയിൽ ഒരു സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയാണ് RCEP. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നികുതി കുറയ്ക്കുകയും വ്യാപാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്തത് AFCFTA, ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ. ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിനിമയം പ്രോത്സാഹിപ്പിക്കാനായിട്ട് സിംഗിൾ മാർക്കറ്റിലേക്കുള്ള ഒരു സംയോജനം ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ വ്യാപാര ഉടമ്പടിയാണ് AFCFTA. അടുത്തൊരു പോയിന്റ് സപ്ലൈ ചെയിൻ ഡിസ്ട്രിബ്യൂഷൻ. In COVID-19, geographical tension affected global supply chains. സപ്ലൈ ചെയിൻ ഡിസ്ട്രിബ്യൂഷൻ എന്നത് COVID-19 ലോക്ക്ഡൗൺ, റഷ്യൻ യുക്രൈൻ യുദ്ധം, ചൈന അമേരിക്കൻ ടെൻഷൻ എന്നിവയെല്ലാം ഗ്ലോബൽ സപ്ലൈ ചെയിനിനെ ഹെവിലി അഫക്റ്റ് ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ഉൽപ്പന്നങ്ങൾ കുറയുകയും വിലക്കയറ്റം കൂടുകയും ചെയ്തു. അടുത്തൊരു പോയിന്റ് ഗ്രീൻ ട്രേഡ് ആണ്. Climate related trade policies like carbon border adjustment mechanism.
കാർബൺ എമിഷൻ കുറക്കാനായിട്ട് പരിസ്ഥിതി സൗഹൃദ നയങ്ങൾ രാജ്യങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന പോളിസി നടപ്പിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കാർബൺ പ്രൊഡക്റ്റിന് അധിക നികുതി ഈടാക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡിൽ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ്സ് ആണ്. മേക്ക് ഇൻ ഇന്ത്യ, PLI സ്കീംസ്, ട്രേഡ് എഗ്രിമെന്റ് വിത്ത് UAE ആൻഡ് ഓസ്ട്രേലിയ. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനെ വളർത്താനും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാനുമുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്നത് പ്രൊഡക്ഷനോ എക്സ്പോർട്ടോ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഇൻഡസ്ട്രിയൽസിന് ആനുകൂല്യങ്ങൾ നൽകാനുള്ള പദ്ധതിയാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ്. ഇത് സംരംഭങ്ങളുടെ മത്സരങ്ങൾ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ട്രേഡ് എഗ്രിമെന്റ് വിത്ത് UAE ആൻഡ് ഓസ്ട്രേലിയ. UAE, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാര ഉടമ്പടികൾ ചെയ്തു. ഇതനുസരിച്ച് പരസ്പര നികുതി കുറയ്ക്കാനും പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ആത്മനിർഭർ ഭാരത് നിർമ്മാണം, ആരോഗ്യം, കൃഷി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ പ്രോഗ്രാമാണ് ആത്മനിർഭർ ഭാരത്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മണി ബാങ്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സുകളാണ്. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള 25 MCQ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.